അഖിൽമാരാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്തായാലും എടാ സ്റ്റേറ്റ് ഓഫ് കേരളത്തിൽ എനിക്ക് 3.5 കോടി ജനങ്ങളുണ്ട്. അതിൽ കൂടി വന്നൊരു 10 ലക്ഷം പേര് ഇതൊക്കെ നോക്കും, കാണും. അത് ഇത്രയോ ആൾക്കാർ നിനക്കെതിരായിട്ട് പറയുന്നു. അതെല്ലാം ആൾക്കാരുടെ തെറ്റാണ്, മനസ്സിലായോ? നിന്റെ തെറ്റല്ല. പക്ഷേ എൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തെങ്കിലും വിഷമമുണ്ടോ? അതായത് ഇത്രയും ട്രോളൊക്കെ കിട്ടുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. എന്നിട്ട് എനിക്കൊരു സങ്കടം ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വന്ന് വീഡിയോ ചെയ്യുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ മാരാറണ്ണൻ്റെ വേറൊരു വീഡിയോസ് ഉണ്ട്, അതായത് ഇതിന് ശേഷം പുള്ളി ഇറക്കിയത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ പ്രിയമുള്ളവരെ, നമസ്കാരം. അഖിൽമാരാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ച ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, ഇത്രയും ആൾക്കാർ ഒരാൾക്കെതിരെ അറ്റാക്ക് നടത്തുമ്പോൾ ഞാനും ആരും ആയിക്കോട്ടെ, എനിക്ക് എന്ത് രസമാണത്. അത് കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമാണ്. അഖിൽമാരാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്തായാലും എടാ സ്റ്റേറ്റ് ഓഫ് കേരളത്തിൽ എനിക്ക് 3.5 കോടി ജനങ്ങളുണ്ട്. അതിൽ കൂടി വന്നൊരു 10 ലക്ഷം പേര് ഇതൊക്കെ നോക്കും, കാണും, അത് വിടും. അത്രേ ഉള്ളൂ. സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ് നീ ഉണ്ടാക്കണ്ട. പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ കണ്ണീരൊക്കെ ഒന്ന് മായച്ചിട്ട് പറ. ആ ജനകീയ കോടതി പരിപാടി കഴിഞ്ഞിട്ട് നീ ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോ ഇടുന്നത് കരഞ്ഞു മെഴുകിയിട്ട്. എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് മറ്റേ മമ്മൂട്ടിയുടെ സീൻ ഓർമ്മ വരുന്നത്. ലൈഫിൽ 50 ലക്ഷവും കാറും കിട്ടിയപ്പോൾ പോലും ഞാൻ ഇത്രയും സന്തോഷിച്ചിട്ടില്ല. ഞാൻ ചിന്തിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് പാർട്ടി, BJP, ഫെമിനിസ്റ്റുകൾ, പുരോഗമനവാദികൾ, ഇവരെല്ലാവരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് പറയുന്നത് പോലെ എല്ലാവരും കൂടി വന്നിരുന്നിട്ട് ആഘോഷിക്കുകയാണ്. എന്താ പറയുക, ഇതിലും വലിയ സന്തോഷം നമുക്ക് വേറെ ഉണ്ടോ? ഇത്രയും പേരുടെ ആക്രമണം ഒരാളിലേക്ക് ചുരുങ്ങുമ്പോൾ കേരളത്തിന് പുറത്തിരുന്ന് കേരളത്തെ നോക്കിക്കാണുന്ന ഒരു ശക്തിയൊക്കെ ഉണ്ടെങ്കിൽ ആ ശക്തിക്ക് മനസ്സിലാകുമല്ലോ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കുകയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അതിന് ഈ ശക്തി എന്തിനാണ് നിന്റെ ഇടയിൽ വലിച്ചിരുന്നത്? ശക്തിയുടെ ആവശ്യമൊന്നുമില്ല. ഇത്രയോ ആൾക്കാർ നിനക്കെതിരായിട്ട് പറയുന്നു. അതെല്ലാം ആൾക്കാരുടെ തെറ്റാണ്, മനസ്സിലായോ? നിന്റെ തെറ്റല്ല. നീ ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് അഖിൽമാരാർ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 1.5 കോടി ജനങ്ങൾ പറയുന്ന എല്ലാം തെറ്റാ. നീയാണ് ശരി, നീ ഒറ്റൊരുത്തൻ. അതുകൊണ്ട് നീ ഇങ്ങനെ തന്നെ മുന്നേറണം. ഇത്രയും നാളും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ എവിടെ വരെ വളർന്നു എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് വളർച്ച. കേരളം മുഴുവൻ എതിർക്കത്തക്ക രീതിയിൽ ഞാൻ വളർന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വളർച്ച എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയാണ്, വളർന്നിട്ടുണ്ട്. ഈ വളർച്ച എന്ന് പറയുന്നത്, വളർച്ച ഇൻ ദ സെൻസ് ഫേമസ് ആവുക. ഫേമസ് ആകുന്ന 2 തരത്തിലുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ഫെയിം കിട്ടാം, ചീത്ത രീതിയിലും ഫെയിം കിട്ടാം. ഇതിൽ എങ്ങനെയാണ് നീ വന്നേക്കുന്നതെന്ന് ഒരു ഡൗട്ട് ഉണ്ട്. ചില കാര്യത്തിൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, ചില കാര്യത്തിൽ കുപ്രസിദ്ധിയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഫേമസ് ആയി മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇതൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോ. ഇനി പുതിയ പാർട്ടി വരുമ്പോൾ പുതിയ പാർട്ടിയിലും കയറി നിന്നോ, ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ നാളിതുവരെ ഒരു രാഷ്ട്രീയ നേതാവിനെയും നിങ്ങൾ ഈ രീതിയിൽ ചോദ്യം ചെയ്ത് കണ്ടിട്ടില്ല. ഒരു മാധ്യമ പ്രവർത്തകനും ഒരു രാഷ്ട്രീയ നേതാവിനോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് കണ്ടിട്ടില്ല. കാരണം അവർ എല്ലാ ദിവസവും അഭിപ്രായങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കും. മിസ്റ്റർ അഖിൽ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ രാഷ്ട്രീയക്കാർ നിലപാട് മാറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷേ അവരുടെ നിലപാട് മാറ്റത്തിന് ഒരു പരിധിയുണ്ട്. ലൈക്ക് കോൺഗ്രസ്സുകാരനാണെങ്കിൽ ആ കോൺഗ്രസ്സുകാരൻ്റെ രീതിയിൽ അതിൻ്റെ ഉള്ളിൽ കിടന്നേ അവർ മാറത്തുള്ളൂ. അതേപോലെ BJP ആണെങ്കിൽ BJPനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ നിലപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. മനസ്സിലായോ? നീ ചെയ്യുന്നത് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്കാ. ഒരു പരസ്പര ബന്ധമില്ലാതെ എന്ത് പറയുന്നു അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് 2 ദിവസം കഴിയുമ്പോൾ പറയുന്നത്. അതൊരുമാതിരി മറ്റേടത്തും നിലപാട് മാറ്റുമല്ലേ? ഇപ്പോൾ രാഷ്ട്രീയക്കാരെന്നൊക്കെ പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട്. ആ പാർട്ടീൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ അവർ നിലപാട് മാറ്റുള്ളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർ നിലപാട് മാറ്റി നമുക്ക് പറയാം, അവൻ കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിൽ അവൻ CPM കാരനാണ്, അവൻ അങ്ങനെ പറയൂ. ആ രീതിയിൽ നമുക്ക് സംസാരിക്കാം. പക്ഷെ നിന്നെ മനസ്സിലാവുന്നില്ല, അതാണ് പ്രോബ്ലം. മിസ്റ്റർ പ്രഭാകർ, എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. ഇന്ന് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നേരെ പോയിട്ട് കോൺഗ്രസ് വെറും അലമ്പാന്ന് പറയും. BJP അഴിമതിയാന്ന് പറയും. അപ്പം തന്നെ പറയും BJPയുടെ വികസനം ഒരു രക്ഷയിൽ അടിപൊളിയാന്ന് പറയും. സത്യം പറയാൻ നിന്റെ നിലപാട് എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് നിലപാട് മാറ്റി പറയുന്നു എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നിലപാട് എന്ന സാധനം ഇല്ല, അതുകൊണ്ടാണ്. അതായത് ഇപ്പം മഴ പെയ്യുകയാണെങ്കിൽ ഓക്കെ, എന്നാൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കാം അല്ലേ. നാളെ വെയിലാവുമ്പോൾ നമുക്ക് അതിനെ മാറ്റി സംസാരിക്കാം. ഓരോ മൂഡ് അനുസരിച്ചാണ് നിന്റെയൊക്കെ സംസാരം വരുന്നത്, അല്ലാതെ നിലപാടൊന്നും അതിന് പറയാൻ പറ്റില്ലല്ലോ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊടുത്ത എൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കൂ. ആ ഇൻ്റർവ്യൂകളിൽ ഞാൻ പറഞ്ഞത്, ബിഗ് ബോസ് ജയിച്ചു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അതോടുകൂടി എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം നഷ്ടപ്പെട്ടു. എനിക്ക് ഒരു താല്പര്യം, അതായത് ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയിട്ടുണ്ടോ എന്നൊരു ശീലം. ഇപ്പം ഞാൻ ചാർജായി. എനിക്ക് എന്താ അറിയാൻ പറ്റാത്തൊരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. പക്ഷെ എൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. എന്തെങ്കിലും വിഷമമുണ്ടോ? അതായത് ഇത്രയും ട്രോളൊക്കെ കിട്ടുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണോ? എന്നിട്ട് എനിക്കൊരു സങ്കടമില്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വന്ന് വീഡിയോ ചെയ്യുന്നത്. നീ പറയുന്നുണ്ടെങ്കിൽ നിനക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ സത്യമാണ് എന്നുള്ളത് കൊണ്ടും ഞാൻ നിശബ്ദത പാലിച്ചെങ്കിൽ മാത്രമേ നിങ്ങളിപ്പോൾ സൃഷ്ടിക്കുന്ന അജണ്ട പൊളിഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ടും എനിക്കെതിരെ നിങ്ങൾ ഉയർത്തുന്ന ആരോപണങ്ങളൊക്കെ തന്നെ പൊള്ളയായ ആരോപണങ്ങൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ടും നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന സത്യത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നീയൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഞാൻ സഞ്ചരിക്കും. നീയൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഈ പ്രകൃതി എന്നെ എത്തിക്കും. ഇതെൻ്റെ വാക്കല്ല, പ്രകൃതി എനിക്കായി മാറ്റിവെച്ചേക്കുന്ന, പ്രകൃതി എനിക്കായി കാത്തു സൂക്ഷിച്ചേക്കുന്ന വലിയ സ്ഥാനങ്ങളിലേക്കുള്ള എൻ്റെ യാത്രയുടെ തുടക്കം മാത്രമാണ്. വെയിറ്റ് ആൻഡ് സീ. ശരിയാണ്, നീ വേറെ ലെവലാണ്, നീ പൊളിയാണ്. കാരണം എന്തൊക്കെ വന്നാലും എന്ത് നിലപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞാലും ഒരു എളുപ്പമില്ലാതെ ഒരു ചളിപ്പില്ലാതെ വന്നിങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ എന്തായാലും ഉയർച്ചയിലോട്ട് പോകും, അത് ഉറപ്പാണ്.
നാളെ നോക്കിയോ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി വന്നാലോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നീ പോയി ചേരും. ഇപ്പോൾ എൻ ഡി എയിലല്ലേ ചേർന്ന്, ഇനി അടുത്ത ഇലക്ഷൻ ടൈം ആകുമ്പോൾ നീ ചിലപ്പോൾ CPM പോയി ചേരും. അവർ എടുക്കൂല, അത് വേറെ കാര്യം. പറയാൻ പറ്റില്ലല്ലോ, നാളെ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നീ അവിടെ പോയി ചേരും, ചിലപ്പോൾ എങ്ങാനും ജയിച്ചു വന്നാലോ. എന്തായാലും നല്ലൊരു ഭാവിയുണ്ട് നിനക്ക് രാഷ്ട്രീയത്തിൽ. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ അണ്ണൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പേര്, എന്നെപ്പോലെ കുറച്ചുള്ളവർ ഇങ്ങനത്തെ വീഡിയോ കാണിച്ച് റിയാക്ട് ചെയ്യും. അവൻ വേറെ ചാനലിൽ പോയിട്ട് പൈസ വാങ്ങിച്ചിട്ട് സംസാരിക്കും, സ്വയം മൂക്ക് കയറ്റി വാങ്ങും, ചിലപ്പോൾ അങ്ങോട്ട് കൊടുക്കും. ഇത് ഗിവ് ആൻഡ് ടേക്ക് ആണത്. അവൻ നല്ല കാശുണ്ടാക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പ് അവനൊരു പുതിയ വണ്ടി ഇറക്കിയിട്ടുണ്ട്, റേഞ്ച് റോവർ. ആക്ച്വലി അത് പുതിയതല്ല, സെക്കൻഡ് ഹാൻഡ് ആണ്. എന്നാലും റേഞ്ച് റോവർ ഇറക്കില്ല ആൾ. കാരണം ഇമാതിരി പരിപാടി കാണിച്ചാലും അവൻ കാശുണ്ടാക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവരും ഇത് കാണുന്നവരും അവരെങ്ങനെ മുക്കി നടക്കുന്നല്ലാതെ അവൻ നല്ല കാശുണ്ടാക്കി, അവൻ അടിപൊളിയായിട്ട് ജീവിക്കും. എന്തായാലും മിസ്റ്റർ മാരാർ, ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ അടുത്ത വീഡിയോ എന്തായാലും ഇട്, റിയാക്ഷൻ പറ്റിയ തരത്തിലുള്ള വീഡിയോ. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം ഒന്ന് പരിഗണിക്കുക. താങ്ക് യു.